നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 2-3 ആഴ്ചയോളമായി. ഇപ്പോഴും പോലീസുകാർ നമ്മുടെ ഈ പറയുന്ന അഫാനുമായിട്ട് തെളിവെടുപ്പിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ കഥകളാണ് അവൻ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലെവലേശം കുറ്റബോധമില്ലാതെയാണ് ഈ അഫാൻ എന്ന് പറയുന്ന കുറ്റവാളി പോലീസിന്റെ അടുത്ത് ഓരോ കാര്യങ്ങളും പറയുന്നത്. അതിൽ ഇന്നിപ്പോൾ ഞാൻ കണ്ടൊരു വാർത്തയുണ്ട്. അതായത് ഈ ലത്തീഫ് എന്ന് പറയുന്ന ഉമ്മയുടെ സഹോദരന്റെ വീട്ടിലേക്ക് ഇവൻ പോവുകയും അവിടെ ചെന്ന് ലത്തീഫിനെ തള്ളി താഴെ ഇടുകയും അതിനുശേഷം എന്നിട്ടും ദേഷ്യം മാറാത്തത് കൊണ്ട് തന്നെ കുറേ അധികം തവണ അവന്റെ കയ്യിലിരുന്ന ചുറ്റികയ്ക്ക് അടിക്കുകയും ചെയ്തു എന്നാണ് ഈ പറയുന്ന അഫാൻ എന്ന് പറയുന്നവൻ പറയുന്നത്. 23 വയസ്സുള്ള ഒരുത്തൻ ചെയ്തൊരു കുറ്റം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി 5 മണിക്കൂർ കൊണ്ട് 5 കൊലപാതകങ്ങൾ ചെയ്ത് കുളിച്ചൊരുങ്ങി പോലീസ് സ്റ്റേഷനിൽ പോയ വെറും തന്തയില്ലാത്തവനാണ് ഈ അഫാൻ എന്ന് പറയുന്നവൻ. ആ അഫാൻ നമുക്കറിയാം, ഉമ്മ മാത്രമാണ് അവശേഷിച്ചത് ആ വീട്ടില്. പിന്നെ അഫാന്റെ കുറെ പരാമർശങ്ങൾ കണ്ടു. അഫാൻ പറഞ്ഞതനുസരിച്ചിട്ട് ഉമ്മയ്ക്ക് ഈ കാര്യങ്ങൾ